തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറും തമ്മിൽ തർക്കം നടന്ന ബസ് അത് വിശദമായി പരിശോധിക്കുമെന്ന് തമ്പാനൂർ പോലീസ്. മെമ്മറി കാർഡിൽ വിശദമായ അന്വേഷണം നടത്തും. ബസ്സിൽ ഇന്നലെ പരിശോധന നടത്തിയെങ്കിലും CCTV ക്യാമറയിലെ മെമ്മറി കാർഡ് കണ്ടെത്താനായിരുന്നില്ല. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അനന്തൻ, 4 ദിവസം വൈകി ഈ ബസ് ഒന്ന് വിശദമായി പരിശോധിക്കാൻ കാരണം ഈ ഒരു തർക്കമുണ്ടായി. അത് കഴിഞ്ഞ് പരാതി ഉയർന്നതിന് ശേഷം ബസ് സർവീസ് നടത്തിയിട്ടുണ്ട്. അതിന് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ ഒരു വീഴ്ചയുണ്ടായെന്ന ആരോപണവും ഉയരുന്നുണ്ട്. പോലീസ് ഇനി എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്? മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്ക വിതർക്കങ്ങളിലെ പ്രധാന തെളിവ് ഈ KSRTC ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങളാണ്. ഇന്നലെയാണ് കന്റോൺമെന്റ് പോലീസ് ഈ ബസ്സിൽ നിന്ന് ഈ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പരിശോധന നടത്തിയത്. അപ്പോഴാണ് DVRൽ നിന്ന് മെമ്മറി കാർഡ് കാണാനില്ല എന്നുള്ള വിവരം പുറത്തറിയുന്നത്. ഇതിനുശേഷം KSRTC ഇന്നലെ വൈകുന്നേരത്തോടെ തമ്പാനൂർ പോലീസിൽ പരാതി നൽകി. അതായത് ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു, അത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യമാണ് KSRTC ഉന്നയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ തമ്പാനൂർ പോലീസ് കേസെടുത്തു. തമ്പാനൂർ പോലീസ് പറയുന്നത് ഈ DVRൽ നിന്ന് മെമ്മറി കാർഡ് നഷ്ടമായത് എങ്ങനെയെന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണം തന്നെ നടത്തുമെന്നാണ്. ഇതിനായി ഫോറൻസിക് വിദഗ്ധരുടെയും ഒപ്പം തന്നെ വിരലടയാള വിദഗ്ധരുടെയും പരിശോധന ബസ്സിൽ ഉണ്ടാകും. ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയതാണോ, അതല്ല അതിന് മുൻപേ ഈ മെമ്മറി കാർഡ് ബസ്സിന് ഉള്ളിൽ ഇല്ലായിരുന്നോ എന്നൊക്കെയുള്ള പരിശോധനകളാണ് ഇനി നടത്തേണ്ടത്. ഏതായാലും ആ മെമ്മറി കാർഡ് കണ്ടെത്തുക എന്നുള്ളത് നിർണായകമാണ്. കാരണം ഈ ബസ്സിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? സച്ചിൻ ദേവ് MLA ഈ ബസ്സിനുള്ളിൽ കടന്നു എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഡ്രൈവർ പറഞ്ഞിരുന്നു. യാത്രക്കാരെ ഇറക്കി വിട്ടിരുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്നറിയണമെങ്കിൽ ആ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കുക തന്നെ മാർഗമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തെളിവ് ആ CCTV ദൃശ്യങ്ങളാണെന്നിരിക്കെ ആ മെമ്മറി കാർഡ് എങ്ങനെയാണ് നഷ്ടമായത്, അതിൽ ദുരൂഹതയുണ്ട്. ആ ദുരൂഹത നീക്കാനുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ തമ്പാനൂർ പോലീസ് കടക്കുന്നത്. അനന്തൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, അതായത് സച്ചിൻ ദേവ് MLA ഈ ബസ്സിന് അകത്തേക്ക് കയറി അവിടെയുള്ള യാത്രക്കാരെ ഇറക്കി വിടാൻ ശ്രമിച്ചു. അങ്ങനെ ആ ഒരു ആരോപണം ഉയർന്നിരുന്നു. പക്ഷെ ആരോപണം ഉയർന്നപ്പോഴും മേയർ അത് തുറന്ന് സമ്മതിച്ചിരുന്നില്ല. അതാ അല്പസമയം മുൻപ് റഹീം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. മേയർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൽ. പക്ഷേ റഹീം അത് സ്ഥിരീകരിക്കുന്നുണ്ട്. സച്ചിൻ ദേവ് MLA ബസ്സിനകത്ത് കയറി ആ സമയത്ത് കണ്ടക്ടർ തന്നെ വിളിച്ചിരുന്നുവെന്ന്. തീർച്ചയായിട്ടും ഈ സച്ചിൻ ദേവ് MLAയുടെ പ്രവർത്തികൾ സംബന്ധിച്ച് നേരത്തെ തന്നെ ഡ്രൈവർ യദു ആരോപണം ഉന്നയിച്ചിരുന്നു. ബസ്സിന്റെ ഡോറിൽ ശക്തിയായി ഇടിക്കുകയും പിന്നീട് ഡോർ താൻ തുറന്നു കൊടുക്കാൻ നിർബന്ധിതമാവുകയും ചെയ്തു. അതിനുശേഷം MLA അകത്ത് കയറി വലിയ തോതിൽ വാക്കുതർക്കമുണ്ടാക്കുകയും യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ആരോപണം. എന്നാൽ ഇത് മേയർ സമ്മതിച്ചിരുന്നില്ല, അതിനെ നിരാകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇന്ന് റഹീം MP ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം ഒരു കാര്യം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. സച്ചിൻ ദേവ് MLA ഈ വാഹനത്തിനുള്ളിൽ കയറി, അത് പക്ഷേ സദുദ്ദേശപരമായിട്ടായിരുന്നു. ഈ വാഹനത്തിൽ തന്നെ സഞ്ചരിച്ച് തമ്പാനൂരിൽ സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ പരാതി കൊടുക്കുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ബസ്സിൽ കയറിയതെന്നാണ്. ഏതായാലും റഹീം ഇപ്പോൾ ഒരു കാര്യം സമ്മതിക്കുന്നു, സച്ചിൻ ദേവ് MLA ഈ ബസ്സിനുള്ളിൽ കയറി എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്നലെ വിൻസെന്റ് MLA ആണ് ഈ റഹീമും ഈ ബസ്സിലെ കണ്ടക്ടറും തമ്മിൽ ഒരു സൗഹൃദമുണ്ട് എന്ന രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചത്. അതും റഹീം സമ്മതിക്കുകയാണ്. റഹീമിന്റെ സുഹൃത്താണ്. മാത്രമല്ല ഈ സംഭവം നടന്നതിന് ശേഷം ബസ് കണ്ടക്ടർ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള കാര്യവും റഹീം സമ്മതിക്കുന്നുണ്ട്. അനന്തൻ, ഒരു കാര്യം, ഇപ്പം ഇന്നലെ മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ ഈ ഡ്രൈവർ ഏതു ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഞാൻ ഈ മേയർ പറഞ്ഞതുപോലെ ഈ രീതിയിൽ മോശമായി പെരുമാറിയെങ്കിൽ അല്ലെങ്കിൽ മോശം ആംഗ്യം കാണിച്ചുവെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ മെമ്മറി കാർഡ് കാണാതാകുമായിരുന്നോ എന്ന്? അതാണ് യദു ഡ്രൈവറുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അവകാശവാദവും അതാണ്. അപ്പം അതെനിക്ക് ആ മെമ്മറി കാർഡ് ഇപ്പോൾ പോലീസിന് ഇതുവരെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്താനായിട്ടില്ല. അത് ആര് മാറ്റി? അങ്ങനെയാണെങ്കിൽ ഈ വിരലടയാള വിദഗ്ധരുടെ ഒരുപക്ഷെ അത് തേടേണ്ടി വരും. ആ പരിശോധനയൊക്കെ നടക്കുമോ? അതല്ലാതെ ഏത് രീതിയിൽ ഈ മെമ്മറി കാർഡ് വീണ്ടെടുക്കാൻ കഴിയും ഈ നിർത്തിയിട്ട സ്ഥലത്ത് CCTV ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ? ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ തെളിവ് അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് വ്യക്തമാകണമെങ്കിൽ ആ മെമ്മറി കാർഡ് കിട്ടിയേ കഴിയൂ. കാരണം മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചു എന്നുള്ളതാണ്. ഡ്രൈവർ പറയുന്നത് അതല്ല, ഈ വാഹനവുമായി ബന്ധപ്പെട്ട് റോങ് സൈഡിൽ ഓവർടേക്കിന് ശ്രമിച്ചു, അതിനുശേഷം ബസ്സിന് കുറുകെ കാറിട്ട് തടഞ്ഞു നിർത്തി തന്നോട് അസഭ്യമായി അല്ലെങ്കിൽ തന്നെ അസഭ്യം പറയുന്ന രീതിയിൽ സംസാരിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടരും പറയുന്ന കാരണം
കാര്യങ്ങൾ തെളിയിക്കണമെങ്കിൽ ആ മെമ്മറി കാർഡ് കിട്ടിയേ പറ്റൂ. അതിനൊപ്പം തന്നെ സച്ചിൻ ദേവ് MLA ഈ ബസ്സിൽ കയറി എന്തൊക്കെയാണ് ചെയ്തത് എന്നറിയണമെങ്കിലും ഈ മെമ്മറി കാർഡ് കിട്ടിയേ പറ്റൂ. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നലെ പോലീസ് ഈ ബസ് വിശദമായി പരിശോധിക്കുമെന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ബസ് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ ആ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുത്ത് പരിശോധിക്കും എന്നുള്ള വാർത്തയും നേരത്തെ വന്നിരുന്നു. ആ കാര്യങ്ങളൊക്കെ പോലീസ് നേരത്തെ പറഞ്ഞതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പൊടുന്നനെ ഇന്നലെ പോലീസ് എത്തുമ്പോഴേക്കും ഈ മെമ്മറി കാർഡ് അപ്രത്യക്ഷമാകുന്നത്. പോലീസ് തമ്പാനൂരിൽ ബസ് സ്റ്റാൻഡിലെത്തി ഈ ബസ്സിൽ കയറി പരിശോധിക്കുമ്പോഴാണ് DVRൽ മെമ്മറി കാർഡ് ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. അപ്പോൾ ഈ മെമ്മറി കാർഡ് അവിടെ നിന്ന് അപ്രത്യക്ഷമാക്കേണ്ട ആവശ്യം ആർക്കാണ്? അത് ഡ്രൈവർക്കാണോ അതോ മേയറുടെ സംഘത്തിനാണോ എന്നുള്ള കാര്യമാണ് അവ്യക്തമായി തുടരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി അനന്തൻ.